പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ നൊവേനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറയുന്നു. ഇവരെ ഓർത്ത് കർത്താവെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. മക്കൾക്ക് വേണ്ടി ഇതുപോലെ തീക്ഷ്ണതയിൽ പ്രാർത്ഥിക്കുവാൻ ഈ മക്കളെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ മോണിക്ക പുണ്യമതിയെ അനുഗ്രഹിച്ച പോലെ, അഗസ്തീനോസിനെ അനുഗ്രഹിച്ച പോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയെ അവിടുന്ന് ഉന്നതമായ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഇവരുടെ ജീവിതങ്ങളിൽ അതിശക്തമായിട്ട് അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നൊവേനയുടെ 7-ാം ദിനത്തില് കർത്താവെ, ഞങ്ങള് എത്തി നിൽക്കുമ്പോൾ വലിയ തീക്ഷ്ണതയോടെയാണ് അങ്ങയുടെ മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, കണ്ണ് തുറന്ന് അനുകമ്പയോടെ കരുണയോടെ എല്ലാ മക്കളെയും അങ്ങിപ്പോൾ നോക്കണമേ. ഈ മക്കളുടെ വേദന, നൊമ്പരം, ഹൃദയഭാരം, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അവസ്ഥകൾ, രോഗങ്ങൾ എല്ലാം കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണമേ. 7-ാം ദിനത്തിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പൊതുവായ നിയോഗം, ജോലി ഇല്ലാത്ത മക്കള്, ജോലി മേഖലകളിൽ ഒത്തിരി വേദനിക്കുന്ന മക്കള്, ഒത്തിരി സ്ട്രെസ്, ഒത്തിരി ഭാരം, ഒത്തിരി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകള്, ഇനി ജോലി ഇല്ലാത്ത മക്കള്, വിദേശത്തൊക്കെ പോയിട്ട് ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന മക്കള്, ജോലി നഷ്ടപ്പെട്ടു പോയ മക്കള്, അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, എതിരായി നിൽക്കുന്ന വ്യക്തികള്, ചില സംഭവങ്ങള്, ചില കേസുകൾ, ഇതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളെ ഇന്ന് വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെ ഈ നൊവേനയില് അഗസ്തീനോസ് പുണ്യവാളുടെ മധ്യസ്ഥതയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ നൊവേനയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെയും ആ അമ്മയുടെ കണ്ണുനീരിന്റെ പുത്രനായ വിശുദ്ധ അഗസ്തീനോസിന്റെയും മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ അങ്ങേ മക്കളായ ഞങ്ങളെ ഈ നൊവേനയിൽ പ്രാർത്ഥിക്കുവാൻ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ നിയോഗങ്ങളോടെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകമാവിധം ഞങ്ങളുടെ മക്കളുടെ ജോലി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി വർഷങ്ങളുടെ വിശുദ്ധീകരണത്തിലൂടെ ആ കുടുംബത്തെയും പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്തീനെയും വിശുദ്ധിയിലേക്ക് ഉയർത്തി വിശുദ്ധനാക്കിയ കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വിശുദ്ധീകരിച്ച് കൃപയാൽ നിറച്ച് വിശുദ്ധരാക്കണമേ. വിശുദ്ധ മോണിക്കായുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട മധ്യസ്ഥയായ വിശുദ്ധ മോണിക്കായെ, അങ്ങ് ഒരിക്കൽ ധൂർത്തനായ ഒരു മകന്റെ ദുഃഖിതയായ അമ്മയായിരുന്നു. പ്രാർത്ഥനയോടുള്ള അങ്ങയുടെ വിശ്വസ്തത അങ്ങയെയും അങ്ങയുടെ മകനെയും ദൈവത്തോട് വളരെ അടുപ്പിച്ചു. അങ്ങ് ഇപ്പോൾ നിത്യതയിൽ അവനോടൊപ്പമുണ്ട്. അങ്ങയുടെ മധ്യസ്ഥതയാലും ദൈവകൃപയാലും അങ്ങയുടെ മകൻ അഗസ്റ്റിൻ സഭയുടെ മഹത്തായ ഒരു വിശുദ്ധനായി. അങ്ങയുടെ മകനു വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ച അതേ തീക്ഷ്ണതയോടെയും സ്ഥിരോത്സാഹത്തോടെയും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും വേണ്ടി, പ്രത്യേകിച്ചും ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകൾക്ക് വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമാവിധം അമ്മയുടെ മധ്യസ്ഥതയില് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിപരമായ നിയോഗങ്ങള്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകള്, നിയോഗങ്ങള്, അപേക്ഷകള് വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെ മധ്യസ്ഥതയില് 7-ാം ദിനത്തിന്റെ വലിയ അഭിഷേകത്തില് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. മക്കളെ, ദൈവ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങൾക്കായി ചോദിച്ചു വാങ്ങിച്ചു തരണമേ. ഓ വിശുദ്ധ മോണിക്കായെ, അങ്ങയുടെ ആവശ്യങ്ങളും ഉത്കണ്ഠകളും
വേദനകളും എല്ലാ അവസ്ഥകളും ദൈവത്തിന്റെ അനന്ത പരിപാലനയിലേക്കും കരുണയിലേക്കും വലിയ വിശ്വാസത്തോടും ശരണത്തോടും കൂടെ അങ്ങ് ഭരമേൽപ്പിച്ചു. ഞങ്ങളുടെയും വലിയ ദുഃഖങ്ങളും വേദനകളും കണ്ണുനീരും നൊമ്പരങ്ങളും പരാജയങ്ങളും എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ മധ്യസ്ഥതയിൽ ദൈവ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ പോലെ ദൈവത്തിന്റെ നന്മയിലും കാരുണ്യത്തിലും ഇത്ര ആഴമേറിയ വിശ്വാസത്തിൽ ഞങ്ങളും സ്ഥിരോത്സാഹത്തോടെ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ മകൻ അഗസ്റ്റിനെ പോലെയും അങ്ങയുടെ ഭർത്താവ് പെട്രീഷ്യസിനെ പോലെയും ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും വലിയ മാനസാന്തരങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വിശുദ്ധരായി തീരട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ശരണത്തോടും കൂടെ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രത്യേകമായ മധ്യസ്ഥത്തില് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കള് പഠിക്കണം, അവർ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കണം. 30 അല്ല 60 അല്ല 100 മേനി ഫലം ഞങ്ങളുടെ മക്കളുടെ പഠനത്തില് അവർ പുറപ്പെടുവിക്കത്തക്ക വിധം അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും ഓർമ്മശക്തി, ബുദ്ധിശക്തി, പഠനശക്തി, എല്ലാ കഴിവുകളും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. അവർ പരീക്ഷ നന്നായിട്ട് എഴുതി പരീക്ഷയിൽ വിജയം വരിച്ച് യാതൊരു തടസ്സവും കൂടാതെ അങ്ങയുടെ മക്കളുടെ കരുത്തോടെ വിജയിക്കാൻ കൃപ നൽകണമേ എന്ന് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. പല പരീക്ഷയിലും തോറ്റ് ഒത്തിരി നിരാശപ്പെട്ടിരിക്കുന്ന അനേകം മക്കൾ പലവട്ടം എഴുതി ജയിക്കാൻ പറ്റാത്ത വിധം തോൽവി തന്നെ തോൽവിയായിട്ടിരിക്കുന്ന മക്കള്, അതിന്റെ പേരിൽ ഡിപ്രഷനിൽപ്പെട്ടു പോയ മക്കള്, ഒത്തിരി വേദനിക്കുന്ന മക്കള്, സങ്കടപ്പെട്ട് കരയുന്ന മക്കള്, ഈശോയെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെന്നുള്ള വേദനയിൽ നിരാശപ്പെട്ട് വിശ്വാസത്തിൽ നിന്ന് പോലും അകന്നു പോയിരിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കള് സന്തോഷിക്കത്തക്ക വിധം പരീക്ഷയില്, ഇന്റർവ്യൂകളില്, അവർ ടെസ്റ്റുകളില് അവർ വിജയിക്കണം. അതിനു വേണ്ട വലിയൊരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരാശപ്പെട്ടു പോയ മക്കളെ അങ്ങ് ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം, ഉണർത്തണം, ബലപ്പെടുത്തണം, ധൈര്യപ്പെടുത്തണം, അവർക്ക് സൗഖ്യം നൽകണം. ചില മക്കളെങ്കിലും ഡിപ്രഷനിൽ പെട്ടിട്ടുണ്ട്. ഈശോയെ, സൗഖ്യം നൽകണം കർത്താവേ. വീണ്ടും അവരെ പുനഃസ്ഥാപിക്കണം, അവരെ ശക്തിപ്പെടുത്തണം, വിജയം നൽകി, ജോലി നൽകി ഞങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ശക്തമായ മധ്യസ്ഥതയിൽ അഗസ്തീനോസിനോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കള്, ജോലി നഷ്ടപ്പെട്ട മക്കള്, ജോലി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും അതിൽ വിജയിക്കാൻ പറ്റാത്ത മക്കള്, ജോലി ഒത്തിരി സ്ട്രെസ്, മേലധികാരികളുടെ പീഡനം, അല്ലെങ്കിൽ ഇൻചാർജുകളുടെ ശക്തമായ പീഡിപ്പിക്കൽ, എന്ത് ചെയ്താലും കുറ്റം, ഒരു നന്ദിയില്ലാത്ത ഓഫീസേഴ്സ്, മേലധികാരികൾ, ഇങ്ങനെ വേദനിക്കുന്ന ഒത്തിരി മക്കൾ, പ്രത്യേകിച്ച് നഴ്സുമാരും, അവരെ ഇൻചാർജുകള് പീഡിപ്പിച്ച് ചെറിയ കുറ്റത്തിന് പോലും അവരെ മുറിവേൽപ്പിച്ച് അവരെ വഴക്ക് പറഞ്ഞ് പിഴയടിച്ച് ഒത്തിരി വേദനയോടുകൂടി പറയുന്ന നമ്മുടെ നഴ്സുമാരും മക്കളുണ്ട്. അതുപോലെ തന്നെ IT കമ്പനി, പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന മക്കള്, ചെറിയ കാര്യത്തിന് വരെ ഒത്തിരി സ്ട്രെസ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ മക്കളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലിയിലെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, നല്ല ജോലി നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ, വിജയം വരിക്കുന്ന അഭിഷേകത്തിൽ നമ്മുടെ മക്കളെല്ലാവരും ജോലിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനെല്ലാം വേണ്ടി നമുക്ക്
പ്രത്യേകമാവിധം ഈ സമയം പ്രാർത്ഥിക്കാം മക്കളെ. നമുക്ക് പ്രാർത്ഥിക്കാം. മകനിടറി വീഴുമ്പോൾ പിഴഞ്ഞെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ കൈത്താങ്ങായി സഞ്ചരിച്ച നല്ലമ്മയായ വിശുദ്ധ മോനിക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി മധ്യസ്ഥയും സഹായവുമായിരിക്കണമേ. ജോലി മേഖലയിൽ വേദനിക്കുന്ന മക്കള്, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കള്, ഒത്തിരി പഠിച്ചിട്ടും നല്ല ജോലി കിട്ടാതെ ഒത്തിരിയേറെ തകർന്നു പോയ മക്കളെ പ്രത്യേകമാവിധം സഹായിച്ചനുഗ്രഹിക്കണമേ. ലോകത്തിലെ മുഴുവൻ മാതാപിതാക്കൾക്കും വേണ്ടി പരിശുദ്ധ അമ്മയോട് അങ്ങ് മധ്യസ്ഥം അപേക്ഷിക്കണമേ. കുടുംബത്തിലെ എല്ലാ ഭിന്നതകളും, ജീവനെതിരായ പ്രവൃത്തികളും, സ്നേഹരാഹിത്യവും, വെറുപ്പും, വിദ്വേഷവും, വൈരാഗ്യവും, പ്രാർത്ഥനാക്കുറവും, എല്ലാ ഭിന്നതകളും അങ്ങയുടെ പ്രത്യേക മധ്യസ്ഥത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. മക്കളുടെ നല്ല ജീവിതം സ്വപ്നം കാണാനും അതിനുവേണ്ടി, അതിനൊപ്പം മക്കൾക്ക് വേണ്ടി നിരന്തരം കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാനും അമ്മയുടെ മാതൃക അനേകർക്ക് പ്രചോദനമേകട്ടെ. നല്ല അമ്മ, ഞങ്ങളെ അമ്മയുടെ സ്വന്തമായി സ്വീകരിച്ച്, ഞങ്ങളുടെ മക്കളെ അമ്മയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയെ നയിച്ച അരൂപിയുടെ ശക്തിയാൽ കൃപയാൽ നിറച്ച് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യാനീശോയെ, ഞങ്ങളുടെ മക്കളുടെ ജോലി മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി നൽകണമേ. തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ മക്കൾക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കത്തക്ക വിധത്തില് അങ്ങയുടെ ശക്തമായ ഇടപെടല് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കട്ടെ. പ്രത്യേകിച്ച് അങ്ങയിൽ ആശ്രയിച്ച്, അങ്ങയിൽ ശരണപ്പെട്ട്, അങ്ങയോട് പ്രാർത്ഥിച്ച് എപ്പോഴും മുന്നോട്ട് പോകുന്ന മക്കൾക്ക് വേണ്ടതായ ജോലി, അങ്ങ് പറഞ്ഞില്ലേ, തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും അവർക്ക് വേണ്ടത് നൽകുന്നുവെന്ന്. 127 സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വചനം ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ജോലി അങ്ങ് നൽകി അനുഗ്രഹിക്കണം. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുടെ നാഥന്റെ ആശീർവാദം അതിനായിട്ട് നമ്മിലും നമ്മിലൂടെ നമ്മുടെ മക്കളിലേക്ക് ചൊരിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിനു വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിച്ച് എല്ലാം പരമേൽപ്പിച്ചൊരുങ്ങിക്കുക മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ മക്കളുടെ ജോലി മേഖലകളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ശക്തികള്, എല്ലാ കെട്ടുകള്, ബന്ധനങ്ങള്, എല്ലാ എതിർ ശക്തികള് നിർവീര്യമാക്കപ്പെടാൻ വേണ്ടി അടഞ്ഞു പോയ വഴികൾ തുറക്കപ്പെട്ട് ജോലി കിട്ടാൻ വേണ്ടി ഈ ആശീർവാദത്തിലൂടെ കർത്താവിന്റെ ശക്തി ജോലി മേഖലകളിൽ പ്രവഹിക്കാൻ വേണ്ടി മക്കൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ആ വലിയ അഭിഷേക ശക്തി വിടുതലായി, വിമോചനമായി, തുറവിയായി നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്
ഈശ്വരാശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾ കാണട്ടെ. അങ്ങയുടെ പ്രവൃത്തികൾ ഈ ജോലി മേഖലകളിൽ ഞങ്ങളുടെ മക്കള് അനുഭവിക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധികൾ മാറട്ടെ, കടബാധ്യതകൾ നീങ്ങട്ടെ, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മേഖലകളും അങ്ങയുടെ കൃപയാൽ ശക്തമായ ഇടപെടലിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.